ആശാസമരത്തിന് കൂടുതൽ പിന്തുണ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ INTUC-യും ആശാസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പിന്തുണ അറിയിച്ചുകൊണ്ട് സമരപ്പന്തൽ സന്ദർശിക്കും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, INTUC-യും ഈ ആശാസമരത്തിൽ തങ്ങളുടെ ഒരു നിലപാടിപ്പോൾ തിരുത്തിയിരിക്കുകയാണ്. ആശാ വർക്കർമാർക്കൊപ്പമാണ്, അല്ലെങ്കിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട്, സമരത്തിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ആശമാരെ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് ഈ ഒരു നിലപാട് മാറ്റത്തിലേക്ക് INTUC എത്തിയത്? അതുല്യ, INTUC നേരത്തെ തന്നെ ആശാവർക്കർമാർക്ക് പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ പോലും ആശാവർക്കർമാർക്ക് എതിരെ നിന്നിട്ടില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ INTUC ഇപ്പോൾ ആശാവർക്കർമാർക്കൊപ്പം പിന്തുണ നൽകുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് 52 ദിവസമായി തന്നെ ആശാവർക്കർമാർ രാപ്പകൽ സമരം നടത്തി വരികയാണ്. നിരവധി ദിവസമായി തന്നെ നിരാഹാര സമരവും അവിടെ നടത്തുന്നു. അതോടൊപ്പം തന്നെ മുടിമുറിക്കൽ പ്രതിഷേധം അടക്കമുണ്ടായിരുന്നു. വിവിധ ഘട്ടങ്ങളിലൂടെ പ്രതിഷേധം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആശമാർ കൂടുതൽ എതിർപ്പും പ്രതിഷേധവും പ്രകടിപ്പിക്കുകയും അതോടൊപ്പം സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ വേളയിലാണ് ഇപ്പോൾ INTUC നേതൃത്വം ഒപ്പം നിൽക്കും എന്നുള്ളൊരു പിന്തുണ കൂടി അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായ ഒരു അറിയിപ്പായി തന്നെയാണ് അത് അറിയിച്ചിട്ടുള്ളത്. ആശാവർക്കർമാരെ ഇക്കാര്യം അറിയിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതായാലും ഈ INTUC പ്രസിഡന്റ് ചന്ദ്രശേഖരൻ അവിടെ സ്ഥലത്തേക്ക് എത്തി ആശാവർക്കർമാരെ കാണുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആശാവർക്കർമാർക്കൊപ്പമാണ് INTUC-യുടെ നിലപാട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ. ഏതായാലും നേരത്തെ തന്നെ ആശാവർക്കർമാർക്ക് പിന്തുണ അറിയിച്ച് കോൺഗ്രസ് ഒപ്പവുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസും വലിയ രീതിയിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് പല വിഭാഗങ്ങളും എത്തിയിരുന്നു. ആശാവർക്കർമാരുടെ പ്രതിഷേധം കേന്ദ്രത്തിനെതിരെ ആക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ പ്രതിഷേധം അർഹിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ആശാവർക്കർമാരുടെ നിലപാട്. വലിയ പ്രതിഷേധവുമായി നമ്മളോടൊപ്പം INTUC-യുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള R ചന്ദ്രശേഖരൻ തന്നെ ചേരുന്നുണ്ട്. നമസ്കാരം. എന്തായാലും ഇപ്പോൾ ഈ സമരം തുടങ്ങി 51-ാം ദിവസമാണ് INTUC ഇത്തരത്തിൽ സമരത്തിന് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ തീരുമാനം? സമരപന്തലിൽ എത്തുകയും സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടോ, അതോ അത്തരത്തിൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് എന്തെല്ലാം നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ INTUC-യുടെ തീരുമാനം? INTUC ഈ കാര്യത്തില് ഒരിക്കൽ പോലും ഈ സമരത്തെ തള്ളി പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി ഞാനോ എന്റെ സംഘടനയിൽപ്പെട്ട ആരും. ഇന്ത്യയിൽ ഏതാണ്ട് 100ഓളം അറിയപ്പെടുന്ന സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. ഓരോ സംഘടനകൾ അവരുടേതായ ഡിമാൻഡുകൾ ഉയർത്തുക, അവരുടേതായ സമരമുറകൾ ആവിഷ്കരിക്കുക, അത് സ്വാഭാവികമായിട്ട് നടന്നു വരുന്ന പ്രക്രിയയാണ്. എന്നാൽ ഈ സമരം അനന്തമായി നീണ്ടുപോകുന്നു. കേരള ഗവൺമെന്റ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന നിലപാട് INTUC കൃത്യമായി നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ഇന്നലെ വീണ്ടും അതനുസരിച്ച് നമ്മൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. സമരം അടിയന്തരമായി ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കണമെന്ന നിലപാടാണ് INTUC-ക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സമരത്തിന്റെ ഡിമാൻഡുകൾ ഓരോ സംഘടനയ്ക്ക് ഓരോ ഡിമാൻഡുകളുണ്ട്. പക്ഷേ പൊതുവായി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുള്ള ഡിമാൻഡുകൾ എല്ലാ സംഘടനകളും ഉണ്ട് താനും. അപ്പോൾ വ്യത്യസ്തമായ ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എന്നുള്ള ഒരു വ്യത്യാസം ഈ കാര്യത്തിൽ എല്ലാ സംഘടനകളും തമ്മിലുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സമരത്തിന് എല്ലാവിധ ധാർമ്മിക പിന്തുണയും കൊടുക്കാനാണ് INTUC തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ JP നദ്ദയും അതുപോലെ തന്നെ വീണ ജോർജുമായുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ഉണ്ടായിട്ടുണ്ട്. ഈ നടക്കാൻ പോകുന്ന ചർച്ചയിൽ വലിയൊരു പ്രതീക്ഷ വെക്കാൻ സാധിക്കുമോ? ഒരു സമവായത്തിൽ എത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ കാണാൻ പാടുള്ളൂ. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് നെഗറ്റീവ് ആകുമെന്ന് പറയുന്നത് ഒരു ന്യായമായ അപ്രോച്ച് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത് നടക്കുന്ന ചർച്ചയിൽ ഈ വിഷയങ്ങൾ രമ്യമായി തീരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തീർക്കണം എന്ന് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിലൊരു സമവായത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ ആശമാർക്കൊപ്പം തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിന് INTUC-യും തയ്യാറാകുമോ? പിന്തുണ പ്രഖ്യാപിച്ചാൽ പിന്നീട് സമരത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. തീർച്ചയായും. നന്ദി ശ്രീ ചന്ദ്രശേഖരൻ. വിഷ്ണു കരുണാകരൻ തുടരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആശാസമരം ആരംഭിച്ച് 51-ാം ദിവസമാകുമ്പോഴും സമരത്തിന്റെ തീവ്രത കുറഞ്ഞിട്ടില്ല. മാത്രമല്ല പ്രാതിനിധ്യവും പിന്തുണയും കൂടി വരികയുമാണ്. ഇപ്പോൾ INTUC കൂടി പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. എന്നു മുതലായിരിക്കും ഇവർ ഈ സമരപന്തലിൽ എത്തുക? മറ്റു വിശദാംശങ്ങൾ?
അതുല്യ, ഏതായാലും പിന്തുണയുമായി ഉടൻ തന്നെ എത്തുമെന്ന് തന്നെയാണ് INTUC അറിയിച്ചിട്ടുള്ളത്. INTUC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ വേതനം ഉയർത്തണമെന്നുള്ള ആവശ്യം അടക്കം നിലനിന്നിരുന്നു. ഈ വേതനം ഉയർത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടും കേന്ദ്രം തള്ളുകയായിരുന്നു എന്നാണ് INTUC ഈ നൽകിയ പത്രക്കുറിപ്പിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ INTUCയുടെ കൂടുതൽ പിന്തുണ ഈ ആശാ വർക്കർമാർക്കൊപ്പമുണ്ട്. അതേസമയം തന്നെ ആശാ വർക്കർമാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. മൂന്നാം ഘട്ടത്തിന്റെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇനിയും കൂടുതൽ സമരമുറകളുമായി ആശാ വർക്കർമാർ തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അവസാന പോരാട്ടം വരെ പിന്തിരിയുന്നില്ല. ഓണറേറിയം വർധനവ് വേണം. അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ പ്രതിഷേധം ശക്തമായി തുടരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ അറിയിച്ചിട്ടുള്ളത്. INTUCയുടെ പിന്തുണ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ശക്തമായി പ്രതിഷേധത്തോടെ മുന്നേറാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. അതുല്യ. ശരി വിഷ്ണു, ആശാ വർക്കർമാർക്ക് 51ാം ദിവസവും സമരം തുടരുമ്പോൾ കൂടുതൽ പിന്തുണ ഏറുക തന്നെയാണ്. ഇപ്പോൾ INTUCയും സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമരപ്പന്തൽ സന്ദർശിക്കുമെന്ന സംസ്ഥാന ഭാരവാഹി R ചന്ദ്രശേഖരൻ അറിയിക്കുകയുണ്ടായി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരനാണ്.